പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നേച്ചർ ലൈഫ് ടി വിയിലേക്ക് സ്വാഗതം. പ്രകൃതി ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ, സസ്യാഹാരത്തെക്കുറിച്ച് പറയുമ്പോൾ അനവധി സംശയങ്ങളും ഭയങ്ങളുമാണ് മനുഷ്യർക്കുള്ളത്. സസ്യാഹാരം മാത്രം കഴിച്ചാൽ പ്രോട്ടീൻ എവിടെ നിന്ന് കിട്ടും, കാൽഷ്യം എവിടെ നിന്ന് കിട്ടും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് ഇറച്ചിയും മുട്ടയും പാലുമൊക്കെ വേണം എന്ന് ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്. ശാസ്ത്രീയമായ ആഹാരം അങ്ങനെയാണ് എന്നാണ് പരക്കെ ഒരു പ്രചാരമുള്ളത്. ഇന്ന് രസകരമായ ഒരു ഭാഗമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ സസ്യാഹാരം കഴിക്കുന്നില്ല, പ്രോട്ടീനും ഫാറ്റും കൂടുതലുള്ള നല്ല മസിലുകളൊക്കെ ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്ന ഇറച്ചിയും മുട്ടയും ഒക്കെ തിന്ന് മാത്രം അങ്ങോട്ട് ജീവിക്കാമെന്ന് കരുതുകയാണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് സംഭവിക്കുക? സസ്യാഹാരം മാത്രം കഴിച്ച് ഒരു കുഴപ്പവുമില്ലാതെ ജീവിക്കുന്ന അനേകം സമൂഹങ്ങൾ നമുക്കുണ്ട്. സസ്യാഹാരങ്ങളിൽ മുട്ട സസ്യാഹാരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളവരുണ്ട്. അവരെ അങ്ങ് മാറ്റി നിർത്താം. ഓവോ വെജിറ്റേറിയൻസ് എന്നാണ് അവരെ പറയുക. അവരെ അങ്ങ് മാറ്റി നിർത്താം. ലാക്ടോ വെജിറ്റേറിയൻസ് ഉണ്ട്, പാല് കുടിക്കും. അതാണ് അവരുടെ സസ്യാഹാരത്തിൽ നിന്ന് അല്പം വ്യത്യാസമുള്ള അനിമൽ പ്രോട്ടീൻ വരുന്ന വഴി. അതുമുതൽ വീഗൻ ഉണ്ട്. വീഗൻ ഡയറ്റ് എന്ന് പറയുമ്പോൾ അവർ മാംസവും മൃഗവുമായി ബന്ധപ്പെട്ട്, പക്ഷിമൃഗാദികളുമായി ബന്ധപ്പെട്ട യാതൊരു സാധനവും ഉപയോഗിക്കില്ല, തേൻ പോലും ഉപയോഗിക്കില്ല. പൂർണ്ണമായി സസ്യാഹാരം മാത്രമാണ്. അങ്ങനെ വളരെ കൃത്യമായി സസ്യാഹാരം മാത്രം പാലിച്ചു പോരുന്ന ആളുകളിൽ ഏറെക്കാലം കഴിയുമ്പോൾ വൈറ്റമിൻ B12 അഭാവം ഉണ്ടാകാം. അതുകൊണ്ട് B12 ഒരു സപ്ലിമെൻ്റ് എടുക്കണമെന്നൊക്കെ തന്നെയാണ് ശാസ്ത്രീയമായ വിശകലനങ്ങൾ പറയുന്നത്. അപ്പോൾ സസ്യാഹാരത്തിൽ പൂർണ്ണമായി നിൽക്കുന്നവർ പിടിച്ചു നിൽക്കും. അവർക്ക് അങ്ങനെ ഒരു ആരോഗ്യ പ്രയാസങ്ങൾ ഉണ്ടാകുന്നില്ല. വൈറ്റമിൻ B12 കുറഞ്ഞാൽ പോലും അല്പം നാഡീഞരമ്പുകളുടെ പ്രയാസങ്ങൾ ഉണ്ടാകാം വളരെ കാലം കഴിഞ്ഞാൽ എന്നാണ് പറയുക. നമ്മുടെ നാട്ടിലുള്ള സസ്യാഹാരികൾ, പ്രത്യേകിച്ച് പാലക്കാട്ടെ അഗ്രഹാരങ്ങളിൽ ഇപ്പോഴും കർശനമായ സസ്യാഹാര രീതി തന്നെയാണ്. 2 നേരം മാത്രമാണ് അവരുടെ ഭക്ഷണം. അവർ ഇന്ത്യയിലെ അക്കൗണ്ടിങ് സ്ഥാപനങ്ങൾ, അല്ലെങ്കിൽ സയൻറ്റിഫിക് റിസർച്ച് സ്ഥാപനങ്ങൾ, ഇതിൻ്റെ എല്ലാം ടോപ്പിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മാംസാഹാരം മാത്രം കഴിച്ച് സീറോ പ്ലാന്റ് ബേസ്ഡ് ഫുഡിൽ ചോറും ഇല്ല, പഴവും ഇല്ല, പച്ചക്കറികളും ഇല്ല, നട്ട്സും ഇല്ല, സീഡ്സും ഇല്ല, അങ്ങനെ മാംസാഹാരത്തിൽ മാത്രം ഒരാൾക്ക് ജീവിക്കാൻ പറ്റുമോ? പറ്റില്ല. ഏതാനും മാസങ്ങൾ കൊണ്ട് ആരോഗ്യം തകരും, നശിക്കും. ഞാൻ ഈ വിഷയം ഇന്ന് പറയാൻ കാരണം, ഇന്നത്തെ കുട്ടികൾ, ഇന്നത്തെ ചെറുപ്പക്കാർ പച്ചക്കറി കഴിക്കത്തില്ല. ചോറ് കഴിക്കുന്നത് തന്നെ തവിടില്ലാത്ത പുഴുക്കലരിയെ കഴിക്കൂ. അത് കാർബോടോക്സിക് എന്ന് പറയേണ്ടതായി വരും. കാർബോടോക്സിസിറ്റി അവരൊന്ന് നെറ്റിൽ നോക്കണം. പിന്നെ മൈദയാണ് അവരുടെ തീറ്റ. തവിട് കളഞ്ഞ പുഴുക്കലരി പോലും അല്ല, മൈദയാണ് അവരുടെ കാർബോഹൈഡ്രേറ്റ്. കാർബോടോക്സിക് തന്നെയാണ്. പിന്നെ പഞ്ചസാരയാണ് അവരുടെ ഷുഗർ. കരിമ്പല്ല, പഴങ്ങളല്ല. വളരെ നെഗറ്റീവായ ഒരു ഭക്ഷണ രീതിയാണ്. അതോടൊപ്പം ഏതാണ്ട് കാർണിവോർ ഭക്ഷണമാണ് ഇന്നത്തെ കുട്ടികൾക്ക്, ചെറുപ്പക്കാർക്കുള്ളത്. 3 നേരവും 4 നേരവും ഒക്കെ കാർണിവോർ ഡയറ്റ്. ഈ കുട്ടികൾ ധാരാളമായി
എൻ്റെ പക്കൽ വരാറുണ്ട്. പലതരത്തിലുള്ള രോഗങ്ങൾക്ക് മരുന്ന് ചെയ്യുകയാണ്. കാർണിവോർ ഡയറ്റ് കൊണ്ടുണ്ടാകുന്ന രോഗത്തിനും അവർ മരുന്നുകൾക്ക് പോവുകയാണ്. നല്ലൊരു ശതമാനം കാർണിവോർ ഡയറ്റുകാർക്കും സ്കർവി എന്ന് പറയുന്ന ഒരു രോഗമാണ് പൊതുവെ കണ്ടുവരുന്നത്. അത് വൈറ്റമിൻ സിയുടെ അഭാവം കൊണ്ടുണ്ടാകുന്നതാണ്. നമ്മുടെ ശരീരത്തിലെ ടിഷ്യൂവിനെ, കലകളെ കൂട്ടി യോജിപ്പിച്ച് നിർത്തുന്നത് കോളജൻ എന്ന് പറഞ്ഞ ഒരു സ്രവമാണ്. ഈ കോളജൻ ഇല്ലാതെ വരുമ്പോൾ ശരീരം പൊട്ടിച്ചിതറുന്ന, വിണ്ടുകീറുന്ന തരത്തിലുള്ള പ്രയാസങ്ങൾ പോലും ഗുരുതരമാകുമ്പോഴുണ്ടാകും. അതേപോലെ പെട്ടെന്ന് തന്നെ തൂക്കം കുറയാൻ തുടങ്ങും. ഇതിനെ വേറെ തരത്തിലൊരു ചികിത്സയായി കൊണ്ടു നടന്നവരുണ്ട്. പ്രകൃതി ചികിത്സയ്ക്ക് വെല്ലുവിളിയാണ് LCH ഡയറ്റ് എന്നെല്ലാം പറഞ്ഞു വന്നതാണ്. അതിപ്പോൾ കാണുന്നില്ല. എന്തുകൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. സ്കർവി രോഗത്തിൽ മോണയിൽ നിന്ന് രക്തം വരിക, പല്ലുകൾ ഇളകുക, കടുത്ത സന്ധിവേദനകൾ ഉണ്ടാകുക, മുറിവുകൾ കരിയാതെ വരിക, തൊലിക്കടിയിൽ രക്തം കട്ടയായി നീലിച്ച് കറുത്ത് കിടക്കുന്ന ചതവുകൾ വരിക, ഇങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങൾ കാണാൻ സാധിക്കും. അതേപോലെ മൈക്രോബയോം സ്റ്റാർവേഷൻ ഉണ്ടാകും. എന്താണ് മൈക്രോബയോം സ്റ്റാർവേഷൻ? സീറോ ഫൈബർ ഡിസീസ് എന്ന് അതിനെ വിളിക്കേണ്ടതായിട്ട് വരും. സീറോ ഫൈബർ ഡിസീസ്. ഫൈബറിൻ്റെ അംശം ശരീരത്തിൽ ചെല്ലാത്തത് കൊണ്ടുള്ള രോഗം. ഇറച്ചിയിലും മുട്ടയിലും ഒന്നും ഫൈബർ ഇല്ല. ഫൈബർ നമ്മൾ വായയിൽ വരുന്ന നാരല്ല. മുരിങ്ങാക്കോലെല്ലാം കടിച്ചു വരുമ്പോൾ അവശേഷിക്കുന്ന, കടിച്ചു മുറിക്കാൻ പറ്റാത്ത നാരല്ല ഫൈബർ, അദൃശ്യമായതാണ്. ഫൈബർ പഴങ്ങളിലും പച്ചക്കറികളിലും സസ്യാഹാരത്തിൽ മാത്രമേ ഉള്ളൂ. മാംസാഹാരത്തിൽ ഫൈബർ 0% ആണ്. ഈ മൈക്രോബയോം സ്റ്റാർവേഷൻ, ഭക്ഷണം കഴിക്കുന്ന ശരീരത്തിലുണ്ടാകുന്ന പട്ടിണി, 2 തരം പട്ടിണിയുണ്ട് ശരീരത്തിന്. ഒന്ന് ഫിസിക്കൽ ബോഡി, മനുഷ്യകോശങ്ങൾക്ക് വേണ്ടത് കിട്ടാത്ത പട്ടിണി. രണ്ടാമത് നമ്മുടെ ശരീരത്തിലുള്ള ബാക്ടീരിയകൾക്ക് ഭക്ഷണം കിട്ടാത്തത് കൊണ്ടുള്ള പട്ടിണി. അതിനെയാണ് മൈക്രോബയോം സ്റ്റാർവേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ 2 തരത്തിൽ 2 കൂട്ടർക്ക് വേണ്ടിയുള്ള ആഹാരം കഴിക്കണം. ഒന്ന് നമ്മുടെ മനുഷ്യകോശങ്ങൾക്ക് വേണ്ടിയുള്ള ആഹാരം. നിങ്ങൾ പഠിച്ചിരിക്കുന്നത് മുഴുവനും അതാണ്. കഴിക്കുന്ന ഭക്ഷണം ദഹിച്ച് ആമാശയത്തിൽ നിന്ന് ചെറുകുടലിൽ പോയി, ചെറുകുടലിലെ വില്ലകൾ അതിൻ്റെ പോഷകങ്ങൾ വലിച്ചെടുത്ത് രക്തത്തിലൂടെ അവയവങ്ങളിലേക്ക്, കോശങ്ങളിൽ ചെന്ന് കോശങ്ങളിൽ അത് ഗ്ലൂക്കോസ് കയറുന്നു, എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഓക്സിഡേഷൻ നടക്കുന്നു എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇത് നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ചെറുകുടലിലൂടെ നീങ്ങി ഫൈബറിൻ്റെ ഭാഗം വൻകുടലിലേക്ക് പോകും. ഈ ഫൈബർ ബാക്ടീരിയകളുടെ ഭക്ഷണമാണ്. നല്ല ബാക്ടീരിയകൾക്ക് ഈ ഫൈബറാണ് ഭക്ഷണം. പ്രീബയോട്ടിക് സ്റ്റേജിലുള്ള ഭക്ഷണം. ഫൈബറുകൾ പ്രീബയോട്ടിക്കുകളാണ്. നമ്മുടെ ഗട്ട് ബാക്ടീരിയകൾ ഈ ഫൈബറിനെ ആഹാരമാക്കി ജീവിക്കുന്നവയാണ്. അതില്ല എങ്കിൽ നല്ല ബാക്ടീരിയകൾ ക്രമേണ ചത്തുപോകുകയും ചീത്ത ബാക്ടീരിയകൾ നമ്മുടെ കോളനിലെ, വൻകുടലിൻ്റെ ആവരണ മൂക്കസ് പാളി, മൂക്കസ് മെംബ്രെയിൻ എല്ലാം തിന്നു തീർക്കുകയും ചെയ്യും. പതുക്കെ നിങ്ങൾ ഗുരുതരമായ ദഹനപ്രയാസങ്ങളിലേക്ക്, കഠിനമായ മലബന്ധത്തിലേക്ക്, അല്ലെങ്കിൽ എപ്പോഴുമുള്ള വയറിളക്കത്തിലേക്ക്, ഇടവിട്ടിടവിട്ടുള്ള പനിയിലേക്ക്, കോളൻ ക്യാൻസറിലേക്കൊക്കെ നീങ്ങും. പലതരത്തിലുള്ള മാനസിക രോഗങ്ങൾക്ക് നിങ്ങൾ ഇരകളാകും. പല പല രോഗങ്ങൾക്ക് ഇരകളാകും. പലതരം ക്യാൻസറുകൾക്ക് ഇരകളാകും. നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി, ആ ഇമ്മ്യൂണിറ്റി പവർ അതോടെ തീരും. ഇമ്മ്യൂണിറ്റി പവർ ഒരു ശരീരത്തിൽ തീരുക, കുറയുക, ഇല്ലാതാകുക എന്ന് പറഞ്ഞാൽ നിങ്ങളെത്തുന്നത്
HIV, എയ്ഡ്സ് എന്നൊക്കെ അവർ വിളിക്കുന്നൊരിടത്തേക്കാണ്. അത് അതിനുവേണ്ടി പ്രത്യേക ബാക്ടീരിയകൾ വന്നുണ്ടാക്കുന്നതല്ല, വൈറസ് ഉണ്ടാക്കുന്നതല്ല. നിങ്ങൾ വേണ്ടത്ര സസ്യാഹാരം കഴിക്കാത്തത് കൊണ്ട്, സസ്യാഹാരം വേണ്ട രീതിയിൽ കഴിക്കാത്തത് കൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്നതാണ്. പെട്ടെന്ന് സകല രോഗങ്ങളും, വഴി കൂടി പോകുന്ന രോഗങ്ങളൊക്കെ നിങ്ങൾക്ക് പിടിച്ചു നിന്ന് വരും. മുറിവുകളും ചതവുകളും കരിഞ്ഞില്ല, മാറിയില്ല എന്ന് വരും. അകാരണമായ ക്ഷീണം എപ്പോഴും ഉണ്ടാകും. ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വീഴും. ഗ്യാസ് ട്രബിളും ജലദോഷവും പനി, ഇങ്ങനെ ആകെക്കൂടെ ഓരോരോ തരത്തിലുള്ള അസ്വസ്ഥതകളിലൂടെ നീങ്ങി പ്രമേഹവും പ്രഷറും ഹൃദ്രോഗവും സ്ട്രോക്കും ഏത് രോഗത്തിനും നിങ്ങൾ അടിമപ്പെടുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകും. അതുകൊണ്ട് സസ്യാഹാരം കഴിക്കുക എന്നുള്ളത് നിർബന്ധപൂർവം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. മാംസാഹാരം മാത്രം കഴിക്കുന്നവർക്ക് അതുകൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളെ തടയാൻ ഒരു സപ്ലിമെൻറ്റും ഇല്ല. ആയിരക്കണക്കിന് തരത്തിലുള്ള പോഷകങ്ങൾ, ചെറുപോഷകങ്ങൾ, മിനറലുകൾ, വൈറ്റമിനുകൾ മാംസാഹാരം മാത്രം കഴിക്കുന്നവർക്ക് ഇല്ലാതെ വരും. മാംസാഹാരം കൂടുതൽ കഴിച്ച് സസ്യാഹാരം തീരെ കുറഞ്ഞു കഴിക്കുന്നവർക്കും ഈ പ്രയാസങ്ങൾ ഉണ്ടാകും. സസ്യാഹാരം മാത്രം കഴിക്കുന്നവർക്ക് ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന പോഷക ദാരിദ്ര്യം ഉണ്ടെങ്കിൽ അതിന് ഒരേ ഒരു ചെറിയ സപ്ലിമെൻറ്റ്, B12 സപ്ലിമെൻറ്റ് മാത്രമാണ് ശരിയായ ശാസ്ത്രത്തിൽ ഉപദേശിക്കാനുള്ളത്. പ്ലാൻ ബേസ്ഡ് പ്രോട്ടീനാണ്, പ്ലാൻ ബേസ്ഡ് ഫാറ്റാണ്, പ്ലാൻ ബേസ്ഡ് കാർബോഹൈഡ്രേറ്റ് ആണ് ആനിമൽ ബേസിനേക്കാൾ നല്ലത് എന്ന് എല്ലാ ശാസ്ത്ര പഠനങ്ങളും എടുത്തു പറയുന്നുണ്ട്. ഇനി 70% നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി പവർ ഗട്ട് ബാക്ടീരിയകളിലാണ്. ആ ഗട്ട് ബാക്ടീരിയകൾ പുറപ്പെടുവിക്കുന്ന പോഷകങ്ങളുണ്ട്, അവയുടെ പ്രവർത്തനങ്ങളുണ്ട്, സ്വാധീനങ്ങളുണ്ട്. ഈ ഗട്ട് ബാക്ടീരിയകൾക്ക് ജീവിതം സാധ്യമാകണമെങ്കിൽ, അവ ആരോഗ്യത്തോടെ പ്രവർത്തിക്കണമെങ്കിൽ, അവ ചത്തുപോകാതിരിക്കണമെങ്കിൽ പ്ലാന്റ് ഫൈബർ, പ്ലാൻ ബേസ്ഡ് ഫുഡ്, പ്രീബയോട്ടിക് ഫുഡ് നിങ്ങൾ കഴിച്ചിരിക്കണം. മാംസാഹാരം കൂടുതൽ കഴിക്കുന്നവർ, പ്രത്യേകിച്ച് ഫ്രൈ ചെയ്ത് കഴിക്കുന്നവർ, ഒരിക്കലും ഒരു സാധനവും ഫ്രൈ ചെയ്ത് കഴിക്കാൻ പാടില്ല. LDL ആണ് കൂടുക, ചീത്ത കൊളസ്ട്രോൾ എന്ന് പറയുന്നതാണ് കൂടുക. ബ്ലോക്കും സ്ട്രോക്കും ദഹനപ്രയാസങ്ങളും എല്ലാം അതുണ്ടാക്കും, ഉറപ്പാണ്. വല്ല കാലത്തും ഒരു കൊതിക്ക് വേണ്ടി കൊണ്ടാട്ടമോ മുറുക്കോ, അതുമല്ല എങ്കിൽ ഒരു ഉണ്ണിയപ്പമൊക്കെ വല്ല കാലത്തും ഓണത്തിനോ വിഷുവിനോ ഒക്കെ കഴിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. കാശ് കീശയിൽ കൂടുതലായി വന്നതോടെ മലയാളി ദിവസവും ഇതൊക്കെ കഴിക്കാൻ തുടങ്ങി. ഇനി മാംസാഹാരം തന്നെ കൂടുതൽ കഴിക്കുന്ന ആളുകൾക്ക് ഹൃദയ സംബന്ധമായ രോഗങ്ങളൊക്കെ വരും. അത് കൂടിയ അളവിൽ സാച്ചുറേറ്റഡ് ഫാറ്റും സോഡിയവും ശരീരത്തിലെത്തുന്നത് കൊണ്ടാണ്. പല രീതിയിലാണ്, സോസായിട്ടും നേരെ വേവിച്ചും പല രീതിയിൽ നമ്മുടെ ആളുകൾ മാംസാഹാരത്തിന് അടിമകളാണ്. റെഡ് മീറ്റ് ക്യാൻസർ ഉണ്ടാക്കുമെന്ന് ലോകാരോഗ്യ സംഘടനയുടെ ക്യാൻസർ ലിസ്റ്റ് കൃത്യമായി പറയുന്നുണ്ട്. ഇറച്ചിയും അതേപോലെ തന്നെ മുട്ടയുമെല്ലാം, അത് കോഴിയുടേതായാലും താറാവിൻ്റേതായാലും, ഇറച്ചിയും കോഴിയുടെയും താറാവിൻ്റെയും പശുവിൻ്റെയും പോത്തിൻ്റെയും എല്ലാത്തരം ജീവികളുടെയും ഇറച്ചിയൊക്കെ മനുഷ്യർ തിന്നാറുണ്ട്. ഈ ഇറച്ചി നമ്മുടെ രക്തത്തിൻ്റെ കെമിസ്ട്രിയെ വല്ലാതെ മാറ്റിക്കളയുന്നുണ്ട്. ബ്ലഡ് കെമിസ്ട്രിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അനാരോഗ്യകരമായ മാറ്റങ്ങളാണ്. അതുമാത്രമല്ല, നോൺ വെജിറ്റേറിയൻ ഭക്ഷണം നിങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങളുടെ കരള് വളരെ കൂടുതൽ കൊളസ്ട്രോള് പുറപ്പെടുവിക്കേണ്ടതായി വരുന്നു. അത് മൊത്തം
ചീത്ത കൊളസ്ട്രോൾ എന്ന് പറയുന്ന LDL ആണ്. ഇത് വലിയ ഒരാപത്താണ്. ചെവിക്ക് നുള്ളണം, വിവേകപൂർവം ആഹാരം കഴിക്കണം. ഇനി മാംസാഹാരം നിങ്ങളുടെ ശരീരത്തിന് നൽകുന്നത് ഉയർന്ന സോഡിയമാണ്, ഉപ്പിൻ്റെ അംശം. സസ്യാഹാരമാകുമ്പോൾ അതിൽ പൊട്ടാസ്യമാണ് കൂടുതലുള്ളത്. ശരീരത്തിൻ്റെ അനുപാതത്തിലുള്ള സോഡിയവും പൊട്ടാസ്യവുമാണ് അതിലുള്ളത്. മഗ്നീഷ്യം ഉണ്ടാകും. ഇവിടെ ബാലൻസ് ചെയ്യാൻ സോഡിയത്തിന്, മാംസാഹാരത്തിലെ സോഡിയം ബാലൻസ് ചെയ്യാനുള്ള പൊട്ടാസ്യവും മഗ്നീഷ്യവും ഇല്ലാതെയാകുന്നതും നിങ്ങൾക്ക് പ്ലക്ക് പിടിക്കാൻ, നിങ്ങളുടെ ധമനികളിൽ പ്ലക്ക് പിടിക്കാൻ, സ്റ്റോണുകൾ, കിഡ്നി സ്റ്റോൺ അതുപോലുള്ള സ്റ്റോണുകളൊക്കെ ഉണ്ടാക്കാൻ ഇടയാക്കുന്നതാണ്. രക്തം കട്ടയാകാൻ, കൊഴുപ്പ് കൂടാൻ ഇടയാക്കുന്നതാണ്. ആദ്യം നിങ്ങൾ അനുഭവിക്കുന്നത് നിങ്ങളുടെ BP കൂടുന്നതായിരിക്കും. മാംസാഹാരം കൂടുതൽ കഴിക്കുന്നവർക്ക് വലിയ താമസമില്ലാതെ BP കൂടും. അത് പതുക്കെ ഹൃദ്രോഗമായിട്ട്, സ്ട്രോക്കായിട്ടൊക്കെ മാറുന്ന ഒരവസ്ഥയുണ്ടാകും. യൂറിക് ആസിഡ് കൂടുന്നതും മാംസാഹാരം നന്നായി കഴിക്കുന്നവരിലാണ്. ഗൗട്ട്, അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു സ്റ്റോണ്, കിഡ്നിയിൽ മാത്രമല്ല പാൻക്രിയാസിൽ, ഗാൾ ബ്ലാഡറിൽ, എവിടെയെല്ലാം കൊഴുത്ത ദ്രാവകങ്ങളുള്ള ഗ്രന്ഥികളുണ്ടോ അതൊക്കെ കല്ലായി മാറും. മാംസാഹാരത്തിൽ കൂടുതലുള്ള പ്യൂരിൻസ്, അതേപോലെ പ്രോട്ടീൻ, ഇവ നിങ്ങളുടെ കരളിനും വൃക്കകൾക്കും ദുരിതമായി മാറുകയാണ് ചെയ്യുന്നത്. പലരുടെയും വിചാരം നല്ല പ്രോട്ടീൻ കൂടുതൽ അങ്ങോട്ട് കഴിച്ചാൽ ആരോഗ്യമൊക്കെ പ്രോട്ടീൻ്റെ അളവ് കൂടിയാൽ ആപത്താണ്. പ്രോട്ടീൻ ഹൈ ക്വാളിറ്റിയുള്ള പ്ലാൻ ബേസ്ഡായ പ്രോട്ടീനാണ് ശരീരത്തിന് വേണ്ടത്. അല്ലാത്ത പ്രോട്ടീൻ ശരീരത്തിന് അത്ര നല്ലതല്ല. അതിൻ്റെ അളവ് കൂടുന്നതോടെ കരളിൻ്റെ കാര്യം ഫാറ്റി ലിവറിലേക്ക്, വൃക്കകളിൽ സ്റ്റോൺ ഉണ്ടാകുന്നതിലേക്കൊക്കെ അധപ്പതിക്കുകയാണ് ചെയ്യുക. നമ്മുടെ ശരീരം ഉയർന്ന അളവിലുള്ള മാംസത്തെ വിഘടിപ്പിക്കുന്ന സമയത്തെല്ലാം യൂറിക് ആസിഡ് നന്നായിട്ടുണ്ടാകുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഗൗട്ട് ഉണ്ടാക്കും, കിഡ്നി സ്റ്റോണുകൾ ഉണ്ടാകും. ഉയർന്ന അളവിലുള്ള നൈട്രജനെ പുറന്തള്ളാനായി വലിയ ദുരിതമാണ് കരളിനും വൃക്കകൾക്കും ഉണ്ടാകുന്നത്. ഒരു കഷണം മാംസം എന്ന് പറഞ്ഞാൽ ആ മാംസത്തിൽ മൃഗത്തിൻ്റെ ചോര, അശുദ്ധവായു, മൂത്രം, മലം, പിന്നെ അതിനെ അറുക്കുന്ന സമയത്തുണ്ടാകുന്ന ഭയം കൊണ്ട് പലതരത്തിലുള്ള വിഷവസ്തുക്കൾ ഉണ്ടാകുന്നുണ്ട്. അതിലൊന്നാണ് അഡ്രിനാലിൻ. ഇതെല്ലാം നിങ്ങളുടെ ശരീരത്തിലേക്ക് വരും. ഉണ്ട് സസ്യാഹാരം തന്നെയാണ് ഏറ്റവും നല്ലത്. മാംസാഹാരം, അതിൻ്റെ പിന്നിലുള്ള ഹിംസ കൂടെ ആലോചിക്കണം, പാരിസ്ഥിതികമായ ദുരിതം ആലോചിക്കണം, ദയയുടെ, കരുണയുടെ, സകല ചരാചരങ്ങളും നിന്നെപ്പോലെ തന്നെയാണ് എന്ന ചിന്തയുടെ എല്ലാം ഭാഗത്തേക്ക് വരണം. മാംസാഹാരം മാത്രം കഴിച്ച് മനുഷ്യന് ജീവിക്കാൻ സാധിക്കില്ല. സസ്യാഹാരം മാത്രം കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആരോഗ്യത്തോടെ, ഉണർവോടെ, ഉന്മേഷത്തോടെ ദീർഘമായി ജീവിക്കാൻ സാധിക്കും. ഏതെങ്കിലും തരത്തിലുള്ള ന്യൂറോളജിക്കൽ പ്രോബ്ലമുകൾ കണ്ടാൽ അല്പം B12 ഒരു സപ്ലിമെൻ്റ് വേണ്ടി വന്നേക്കാം. പക്ഷേ എൻ്റെ ഇതേവരെയുള്ള അനുഭവത്തിൽ, ഞാനിതുവരെ കണ്ടിരിക്കുന്നതിൽ, എൻ്റെ പഠനത്തിൽ അങ്ങനെയൊരു പോരായ്മയും കുഴപ്പവും കണ്ടിട്ടില്ല. എന്നാലും ശാസ്ത്രത്തെ ഞാനത് പറഞ്ഞു തന്നേ ഉള്ളൂ. അല്പം ആൽഗെ ഓയിലിൻ്റെ ക്യാപ്സ്യൂൾ കൂടെ B12 പില്ലിനോടൊപ്പം എടുക്കാനും ചില പഠനങ്ങൾ പറയുന്നുണ്ട്. അത്രയേ ഉള്ളൂ. പക്ഷെ മാംസാഹാരം മാത്രമായാൽ, മാംസാഹാരം ഒരു പരിധി കടന്നാൽ, 50 കൊല്ലത്തിന് മുമ്പ് ആഴ്ചയിൽ ഒരു നേരം 5ഉം 8ഉം 10ഉം മക്കളുള്ള വീട്ടിൽ പോലും അരറാത്തൽ ഇറച്ചിയെ വാങ്ങിച്ചിരുന്നുള്ളൂ. കൊല്ലത്തിലൊരു കോഴിയെ കൊന്നാലായി. ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട്
കൂടുതൽ പഴങ്ങളും പച്ചക്കറികളും, വേവിക്കാത്ത പച്ചക്കറികൾ, നട്ട്സ്, സീഡ് ഇതെല്ലാം കഴിക്കാൻ തയ്യാറാവണം. മാംസാഹാരം ഉപേക്ഷിക്കാൻ കഴിയാത്ത ആളുകളാണെങ്കിൽ 5 ഇരട്ടി പച്ചക്കറി, അത് മത്സ്യമാവട്ടെ, മുട്ടയാവട്ടെ, മാംസമാവട്ടെ, കഴിക്കുന്ന സമയത്ത് തന്നെ 5 ഇരട്ടി പച്ചക്കറികൾ കഴിക്കാൻ ശ്രദ്ധിക്കണം. നന്ദി, നമസ്കാരം.